നമസ്കാരം. കൊലപാതകികളല്ല ഇനി ആരായാലും ഗുണ്ടകളാണ്, എന്തായാലും എത്ര തന്നെ വലിയ തെമ്മാടിത്തരം കാണിച്ചവരായാലും മയക്കുമരുന്നിന്റെ വിതരണക്കാരായാലും ഉപയോഗിക്കുന്നവരായാലും ആരായാലും CPM അനുഭാവികളോ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളോ മറ്റുള്ളവരോ ഒക്കെ ആണ് എന്നുണ്ടെങ്കിൽ അവരെ ഏതു വിധേനയും സംരക്ഷിക്കും എന്നുള്ള ഒരു നയമാണ് സർക്കാരിൻ്റെത് എന്ന് തെളിയിക്കുന്നതാണ് അരീക്കോട്ടത്തെ സംഭവവികാസങ്ങൾ. ഇവിടെ ഒരു നിരപരാധിയെ കള്ളക്കേസിൽ കുടുക്കി റിമാൻഡ് ചെയ്ത് ജയിലിലേക്ക് അയക്കുകയാണെന്നുണ്ടെങ്കിൽ അവന്റെ കുടുംബവുമായിട്ട് ബന്ധപ്പെടാനോ അല്ലെങ്കിൽ അവന് നീതി നേടിയെടുക്കാൻ വേണ്ടിയിട്ട് വക്കീലോട്ട് ബന്ധപ്പെടാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലുള്ള ഒരു കാര്യം ചെയ്യാനോ ഒന്നും ഇവർ അനുവദിക്കാറില്ല. പോലീസും അനുവദിക്കാറില്ല, സർക്കാരും അനുവദിക്കാറില്ല. ഒരുപാട് കാര്യങ്ങൾ അതേ സംബന്ധിച്ച് പറയാനുണ്ട്. ഇത് വെറുതെ തള്ളിവിടുന്നതല്ല, ഉള്ള കാര്യമാണ്. ഇതിന് അനുഭവസ്ഥരായിട്ടുള്ള ഒരുപാട് പേർ ഈ വീഡിയോയ്ക്ക് താഴെ അത്തരത്തിൽ കമന്റ് എഴുതുമെന്ന് എനിക്കറിയാം. സത്യത്തിൽ ഷാബാസ് എന്ന് പറയുന്ന ആ വിദ്യാർത്ഥിയെ കൊന്നു തള്ളിയ ആ വിദ്യാർത്ഥികൾ എന്ന് പറയാൻ പറ്റൂല, ഗുണ്ടകൾ. അവരുടെ രക്ഷിതാക്കൾക്ക് പോലും ആ ഗുണ്ടകളെ ഇവിടെ ഒരു പരിവേഷമുണ്ട്. അതുപോലെ തന്നെ മറ്റ് TP കൊലയാളികളുമായി ബന്ധമുണ്ട്. അവരുമായി ചേർന്ന് നിൽക്കുന്ന ഫോട്ടോകൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ ഷാബാസിനെ കൊല്ലുന്ന സമയത്ത് ഇവരുടെ രക്ഷിതാക്കൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ സാഹചര്യങ്ങളിലൊക്കെ ഈ രേഖകളൊക്കെ പുറത്തു വരുമ്പോഴും ഒരു കുറ്റവാളിയോടെന്ന വിധത്തിലല്ല ഈ കൊലപാതകികളോട് പോലീസും സർക്കാരും ഇടപെടുന്നത്. അവർക്ക് 1 വർഷം നഷ്ടപ്പെടണം. അവർ സാധാരണഗതിയിൽ നിയമം എങ്ങനെയാണോ അവരെ കൈകാര്യം ചെയ്യേണ്ടത് ആ വിധത്തിൽ തന്നെ കൈകാര്യം ചെയ്യണം. അവർക്ക് പരീക്ഷ എഴുതണമെന്നുണ്ടെങ്കിൽ, പഠിക്കണമെന്നുണ്ടെങ്കിൽ, സമൂഹത്തിൽ മാന്യമായി ജീവിക്കണമെന്നുണ്ടെങ്കിൽ, എങ്ങനെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ അതിനൊക്കെ അവരാണല്ലോ കരുതേണ്ടത്. ആ രീതിയിൽ അവർ കരുതേണ്ടതായിരുന്നല്ലോ. അപ്പൊ അതൊന്നും വേണ്ട, ഞങ്ങൾ തോന്നിയാസികളായിക്കോളാം, ഞങ്ങൾ ഗുണ്ടകളായിക്കോളാം എന്ന് പറഞ്ഞിറങ്ങുന്ന ഒരു സമൂഹത്തെ അല്ല, നിങ്ങൾ പരീക്ഷ എഴുതണമെന്ന് പറഞ്ഞുകൊണ്ട് അവരെ സംരക്ഷിക്കുന്ന നിലപാട് സർക്കാർ എടുക്കുന്നതിനാണ്. CPM അനുഭാവികളോ അല്ലെങ്കിൽ CPM സംരക്ഷിക്കേണ്ട ഗുണ്ടകളായതുകൊണ്ടാണോ? ഇതാണ് ഈ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. ഇവിടെ ഏറ്റവും വലിയ അരാജകത്വം ഉണ്ടാവുന്നതും മയക്കുമരുന്ന് വിതരണം നടക്കുന്നതും ഗുണ്ടായിസം വളരുന്നതും അതുപോലെ ഇവിടെ ഉള്ളവരെല്ലാം പഴിച്ചു പോണതിന്റെ ഒക്കെ പ്രധാന കാരണം സർക്കാരിന്റെ ഈ കെടുകാര്യസ്ഥതയാണ്, ഈ ഒരു നയമാണ്. സത്യത്തിൽ ഷാബാസിന്റെ കൊലപാതകൾക്ക് യാതൊരു വിധത്തിലുള്ള ആനുകൂല്യങ്ങളും കൊടുക്കേണ്ടതില്ല. അവർ ജുവൈനൽ ഹോമെങ്കിൽ ജുവൈനൽ ഹോം, ജയിലെങ്കിൽ ജയിൽ, അവിടെ കിടക്കട്ടെ. അവർ പരീക്ഷ അടുത്ത വർഷം എഴുതിയാൽ മതി. അതല്ലെങ്കിൽ ജാമ്യം കിട്ടുമ്പോൾ ശിക്ഷാ കാലാവധി കഴിയുമ്പോൾ പിന്നീട് എഴുതിയാൽ മതി. എന്തിനാണ് അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്? അപ്പോൾ ഏത് കൊലപാതകിയായാലും എന്ത് തന്നെ ആയിരുന്നില്ല, അവർ പറയുന്നത് കേട്ടല്ലോ, ഷാബാസിന്റെ കൊലപാതകികൾ ഷാബാസിനെ അടിച്ച് മൃതപ്രായനാക്കി അല്ലെങ്കിൽ കൊന്നതിന് ശേഷം അവർ സംസാരിക്കുന്നത് കേട്ടല്ലോ. ഇത് കേസൊന്നും വരാൻ പോകുന്നില്ല, കൂട്ടമായിട്ട് വന്നത് കൊണ്ടൊരു പ്രശ്നം വരാൻ പോകുന്നില്ല, നമുക്കെതിരെ കേസൊന്നും വരാൻ പോകുന്നില്ല, യാതൊരു പ്രശ്നമില്ല, അവന്റെ കണ്ണടിച്ച് കലക്കിയത് കണ്ടില്ലേ, അവന്റെ കൂമ്പടിച്ച് പാറ്റിയത് കണ്ടില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. യാതൊരു വിധത്തിലുള്ള ഒരു മനസ്താപവുമില്ല, യാതൊരു കുറ്റബോധവും ഇല്ലാത്ത ആ ഗുണ്ടകളെ, ആ ക്രൂരന്മാരായ ആ വിദ്യാർത്ഥികളെ അവരെ എന്തിനാണ് സംരക്ഷിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. അവരെ സംരക്ഷിക്കേണ്ട ആവശ്യമില്ല. അവർ പരീക്ഷ എഴുതിക്കുന്നത് ശരിയല്ല. അവരെന്നാണോ ശിക്ഷാ കാലാവധി കഴിഞ്ഞ് പുറത്തു വരുന്നത് അതിനുശേഷം അവർ പഠിച്ചാൽ മതി. അതുവരെയുള്ള ഇയർ അവർക്ക് നഷ്ടപ്പെടണം. അതാണ് ഇതിനുള്ള ശിക്ഷ എന്ന് പറയുന്നത്. അല്ലാതെ എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും, ആരെ ബലാത്സംഗം ചെയ്താലും, ആരെ കൊന്നാലും, എന്ത് ചെയ്തു കഴിഞ്ഞാലും അവരെ ഞങ്ങൾ സംരക്ഷിക്കും, നമ്മൾ സർക്കാരിന്റെ ആൾക്കാരാണ്, CPMന്റെ ആൾക്കാരാണ്, അല്ലെങ്കിൽ CPMന്റെ ആൾക്കാരുടെ ബന്ധുക്കളാണ്, അല്ലെങ്കിൽ CPMന് ആവശ്യമുള്ള നാളത്തെ ഗുണ്ടകളാണ് എന്ന് കരുതി അവരെ സംരക്ഷിക്കാവുന്ന ഈ ഒരു നയമുണ്ടല്ലോ, ഈ നയമാണ് നമ്മുടെ നാടിന് ഏറ്റവും വലിയ ആപത്തും ഈ നാടിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും. ഇതിന് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റില്ല. KSU നടത്തുന്ന സമരമോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും നടത്തുന്ന സമരമോ അല്ല. കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ ഇവിടെ നീതി പുലരണം എന്ന് ആഗ്രഹിക്കുന്ന ആരും തന്നെ ഇവരെ പരീക്ഷ എഴുതിക്കുന്നതിനോട് യോജിക്കില്ല. അവർക്ക് എല്ലാ ആനുകൂല്യങ്ങളും കൊടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ആരെ കൊന്നു കഴിഞ്ഞാലും എന്താ ആനുകൂല്യം കൊടുക്കാമല്ലോ. വീട്ടിൽ പോകാം, ഉമ്മാന്റെ വായിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കാം, അതുപോലെ അവർക്ക് വേണ്ട കാര്യങ്ങൾ നോക്കാം, വീട്ടിൽ കിടന്നുറങ്ങാം, AC കിടന്നുറങ്ങാം, അവർക്ക് സിനിമയ്ക്ക് പോകാം, എല്ലാ സൗകര്യം ചെയ്തു കൊടുത്താൽ മതിയല്ലോ. ഗുണ്ടകൾ CPMന്റെ ഗുണ്ടകളല്ലേ. അപ്പോൾ CPMന്റെ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്ത് തോന്നിയാസവും കാണിക്കാം, എന്തും ചെയ്യാം എന്നുള്ള നിലപാട് വളർത്തിക്കൊണ്ടുവരുന്നത് ശരിയല്ല. ഷാബാസിന്റെ കൊലപാതകികളായി തന്നെ കണ്ടുകൊണ്ട് ആ രീതിയിൽ തന്നെ വിചാരണയിലേക്ക് കൊണ്ടുപോകേണ്ടതാണ് വേണ്ടത്. അല്ലാതെ അവർക്ക് ശിക്ഷാ നടപടികൾ കൊടുക്കുന്നതിന് പകരം അവരെ സംരക്ഷിച്ചുകൊണ്ട്, പൂർണ്ണമായും അവരെ സംരക്ഷിച്ചുകൊണ്ട് അവർക്ക് പരീക്ഷ എഴുതാനും മറ്റും കാര്യങ്ങളും ഉള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നത് ഈ നീതിക്ക് നിരക്കുന്നതല്ല. അത് ഗുണ്ടായിസത്തെ സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇവിടുത്തെ മയക്കുമരുന്നിനെയും മറ്റു ഗുണ്ടകളെയും ഒക്കെ സംരക്ഷിക്കുന്ന CPM നിലപാട്, സർക്കാരിന്റെ നിലപാടാണ് എന്ന് പറയാനേ ഉപകരിക്കൂ. പിന്നെ എന്തായാലും CPMന് അതിന്റെ പിന്നിൽ പങ്കുണ്ട് എന്ന് വ്യക്തമാണ്. കഴിഞ്ഞ ദിവസം TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതിയുമായി നിൽക്കുന്ന ഈ ഷാബാസിന്റെ വധക്കേസിലെ 1-ാം പ്രതിയുടെ ചിത്രം പുറത്തു വന്നിരുന്നു. അപ്പൊ എന്തായാലും CPMനും പിണറായി വിജയനും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ടാണ് സംരക്ഷിക്കുന്നത്. എന്ത് തന്നെ ആയിരുന്നാലും ഈ പരീക്ഷ എഴുതിക്കുന്ന നടപടി ശരിയല്ല. അവർ എന്നാണ് ശിക്ഷ കാലാവധി കഴിഞ്ഞ് വരുന്നത് അന്നാണ് അവർ ഇനി മുതൽ പഠിക്കേണ്ടത്. അതുവരെ അവരുടെ എല്ലാ മാനുഷിക അവകാശങ്ങളും, അതായത് സാധാരണഗതിയിൽ എനിക്കും നിങ്ങൾക്കും ലഭിക്കേണ്ട ചില അവകാശങ്ങളുണ്ട്,
അവകാശങ്ങളൊക്കെ ഹനിച്ചുകൊണ്ട് തന്നെയാണ് ജയിലിൽ അടയ്ക്കുന്നത്. അവരങ്ങനെ ജയിലിൽ കിടന്നാൽ മതി. ശിക്ഷാ കാലാവധി കഴിഞ്ഞ ശേഷം അവർ ഈ സമൂഹത്തിൽ എന്നെയും നിങ്ങളെയും പോലെ സാധാരണക്കാരെ പോലെ ജീവിച്ചാൽ മതി. അല്ലാതെ ചെയ്യുന്നത് മുഴുവൻ അനീതിയാണ്, ഈ സമൂഹത്തോട് ഈ സർക്കാർ ചെയ്യുന്ന വെല്ലുവിളിയാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ. Different angles. Don't forget to subscribe and support this channel.